ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല. ഞാൻ അന്നേ പറഞ്ഞ എന്തേലും ചെയ്യണമെന്ന്. അത് ഇമ്പളെ കൊണ്ട് കൂട്ടിയാ കൂടൂല. കളക്കണൊന്നും കൂട്ടിയാ കൂടത്താൻ ഓനെ പോലെ ആരെയും കാണാൻ ഞാൻ അതേ പറഞ്ഞു. ഓൻ ഇത്രയും കാലം ഇവിടെ ഇല്ലായിരുന്നല്ലോ. ഇപ്പൊ ഉണ്ടല്ലോ, ഇനി വൈകിക്കൂടാ. അതന്നെ. അച്ഛാ, ഇതാരോ വരുന്നു. ആരപ്പ ഈ രാവിലെ തന്നെ? അതുമ്പളെ ആൾക്കാർ തന്നെയാ. വരി വരി, കയറിയിരിക്കും. ഇരിക്കാൻ നേരമില്ല മാഷേ. നിങ്ങൾ വന്ന കാര്യം മാഷോട് പറയും. കാര്യം എന്താ കുട്ടേട്ടാ, നിങ്ങൾ കാര്യം എന്താ വെച്ചാ മാഷോട് പറയും. ഒന്നില്ലേലും മാഷുമ്പളെ പഴയ പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലേ? മാഷല്ലാതെ എമ്പക്കാരാ വേറെ പറയാനൊരാള്. മാഷ് അറിഞ്ഞില്ലേ കോടതി വെറുതെ വിട്ട തട്ടാങ്കണ്ടി ചന്ദ്രന് പെരുവണ്ണാമല അങ്ങാടിയിൽ ഇന്നലെ സ്വീകരണം നൽകിയെന്ന്? ഓനിപ്പോ തട്ടാങ്കടി ചന്ദ്രൻ അല്ല മാഷേ, ഓനിപ്പോ വടിവാൾ ചന്ദ്രനാ. മതി മതി. കലികാലത്ത് അതും അതിലപ്പുറവും നടക്കും സുഹൃതക്ഷയം, അല്ലാതെന്താ? അതൊക്കെ ശരിയാ മാഷേ. പക്ഷെ രണ്ടുപേരെ പച്ചയ്ക്ക് വെട്ടിക്കൊന്ന കേസിലെ പ്രതിയായ ഓനല്ലേ പുഷ്പം പോലെ ഇറങ്ങിപ്പോന്നത്? പഞ്ചായത്ത് പ്രസിഡന്റാ അവന് മാല ചാർത്തിയത്. ഓനെ പാർട്ടി കൊണ്ടേ. ഞാനിപ്പോ എന്താ വേണ്ടത്? മാഷ്ക്കൊന്നും തോന്നരുത്, നമുക്ക് ഓനൊന്ന് പോയി കണ്ടാലോ? വൃത്തികെട്ടവന്മാരെ, പെണ്ടിത്തരം പറയുന്നോ? ഇത്രയും കാലം നിങ്ങളെയൊക്കെ നന്നാക്കാൻ വേണ്ടി സ്കൂളിലും പഞ്ചായത്തിലും ഞാൻ ചെലവഴിച്ച സമയം വെറുതെ കളഞ്ഞല്ലോ എന്ന് ഓർക്കുമ്പോഴാണ്. രക്ഷിക്കാൻ ഓനെ കഴിയും മാഷേ, അതോണ്ടാ. മനാഫൊന്നും പറയണ്ട. ഞാനൊരു ഗാന്ധിയനാ, അതിലഭിമാനിക്കുന്നവനാ. ഞാനൊരു കൊലപാതകയുടെ സഹായം തേടി പോണം. വേറെ മാർഗം ഇല്ലാഞ്ഞിട്ടാണ് മാഷേ. നിങ്ങൾ കാര്യം മനസ്സിലാക്കി മാഷേ, നിങ്ങൾക്ക് അറിയാലോ പുറത്തിറങ്ങാൻ വയ്യാഞ്ഞിട്ടാ. രാവും പകലും എത്ര ചിട്ട വീട്ടിനുള്ള അടച്ചിരിക്കുക. ഇമ്പളത് പോട്ടെ, പെണ്ണുങ്കം കുട്ടിയേക്ക് ഓരെ പിടിച്ച് പുറത്തിറങ്ങാൻ പറ്റുണ്ടോ? ആരെയും ഒരു വെറുതെ വിടില്ല. വടിവാളെങ്കിൽ വടിവാള്, മാഷ് വയ്യാന്ന് പറയുന്നു. നിയമവും പോലീസും ഒക്കെ അവന്മാരുടെ കൂടെയല്ലേ മാഷേ? നമ്മൾ പരാതി കൊടുത്തിട്ട് എത്ര കാലമായി കാത്തിരിക്കുന്നു. ആരെങ്കിലും തിരിഞ്ഞു നോക്കിയോ? ഇമ്പക്ക് പേടി കൂടാതെ പുറത്തിറങ്ങണേല് ഇനി വടിവാളിന്റെ സഹായം തന്നെ വേണം മാഷേ. നിങ്ങളൊന്ന് ആലോചിക്കേ. അയാൾക്ക് കോടതിയും പോലീസും ഒക്കെ പുല്ല, വെറും പുല്ല്. കണ്ടില്ല മാഷേ, രണ്ടാളെ കൊന്നിട്ട് നെഞ്ചും വിരിച്ച് പട്ടാ പകലല്ലേ പെരുമണ്ണാമല അങ്ങാടി കൂടെ ഓൻ നടക്കണത്. എന്നാലും നിങ്ങളൊക്കെ പറയുന്നത് കേട്ട് അതിന് എല്ലാരും കാണുക മാഷോനെ കാണണ്ട, രഹസ്യമായിട്ട് ചെന്നിട്ട് കൊട്ടേഷൻ കൊടുത്താൽ മതി. തട്ടാങ്കണ്ടി ചന്ദ്രൻ ഒരു കൊട്ടേഷൻ ഏറ്റെടുത്താൽ അത് എടുത്തതാ. തട്ടേണ്ടവരെ കാണിച്ചു കൊടുത്താൽ നമ്മളെ പണി കഴിഞ്ഞു. സംഗതി ക്ലീൻ. പാർട്ടി കൂടുള്ളതുകൊണ്ട് ഓന് ജയിലിലും സുഖവാസ. ഓന് കുപ്പിയും പൊടി എത്തിച്ചെടുക്കുന്നത് പോലീസുകാർ തന്നെയാണ്. എന്നാലും ഒരു കുഴപ്പമില്ല മാഷേ. പിന്നെ ഒരു കാര്യം, കാട്ടിക്കൊടുക്കാനും ഞാൻ വരില്ല. മതി. എന്താ വല്ല കൊട്ടേഷൻ ഉണ്ടോ? ചീള് കേസുമായി എൻ്റെ അടുത്ത് വരണ്ട. ഊച്ചാളി കേസൊന്നും ഈ വടിവാൾ ഏറ്റെടുക്കില്ല. മിനിമം 3 എണ്ണെങ്കിലും വേണം. ഇതൊരുമാതിരി ഒരാളെ തട്ടി മടങ്ങി വരാം. നാണക്കേട്. അത് ഞങ്ങൾക്ക് അറിയാം സാർ. ഇത് 4-5 പേരുണ്ട്. അവന്മാരെ ശരിയാക്കാൻ ഞങ്ങൾ എന്ത് വേണമെങ്കിലും തരാം. അഡ്വാൻസ്. ചന്ദ്രനൊരു സത്യമുണ്ട്, പണി കഴിഞ്ഞേ കാശ് വാങ്ങും. ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? സാറ് പറഞ്ഞാ മതി. ഒരു ഇന്നോവ വേണ്ടി വരും. അതാണ് എൻ്റെ രീതി. ഓ, ഇപ്പൊ വിളിക്കാം. വാ, അവന്മാരെ കാണിച്ചു താ, ബാക്കി എനിക്ക് വിട്ടേക്ക്.
എവിടെ എവിടെ എവിടെടോ? എനിക്കൊരു വിലയുണ്ട്, ഒരു നിലയുണ്ട്. അപ്പോഴേ ഞാൻ പറഞ്ഞതാ, ജാതി ഊളത്തരവുമായി എൻ്റെ അടുത്ത് വരരുത്. മനാഫേ ഓടിക്കോ! അമ്മേ! ആ! ചന്ദ്ര, നിന്റെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ എവിടെ പോയി? അവരൊക്കെ നിസാര പരിക്കോടെ അടുത്ത റൂമിലിട്ട് മാഷേ. ആ, ഡോക്ടർ നാദിയ. തെരുവ് നായ്ക്കൾ സാധാരണ കാലിനാണ് കടിക്കാറ്, ഇത് ദേ തല വരെ കടി കിട്ടി. എന്നാലും തലയിൽ എങ്ങനെ ഇത്ര മുറിവുകൾ വന്നു? ഓടുന്ന ഓട്ടത്തിൽ വീണ് കാണും. നായക്കറിയില്ലല്ലോ ചന്ദ്രന്റെ മഹത്വങ്ങളൊന്നും. മാഷിരിക്കി, ഇന്ന് നല്ല തിരക്കുള്ള ദിവസാ, അതിനിടെ ഒരു ആക്സിഡന്റ് കേസും. ഒന്നും പറയണ്ട, ഞാൻ ഒന്ന് പോട്ടെ മാഷേ. ശരി ശരി മാഷേ. കുട്ടി. എന്തൊക്കെയായിരുന്നു? മലപ്പുറം കത്തി, മിനിമം 3 ആള്, പണി കഴിഞ്ഞ് വന്ന കാശ്. ചന്ദ്ര, ഒന്ന് പറയാതെ വയ്യ. ആ ഇന്നോവ ഉള്ളത് നന്നായി. ആംബുലൻസ് വിളിക്കാതെ വേഗമിങ് എത്താനായല്ലോ. എന്നാ നീ വിശ്രമിക്ക്, എനിക്ക് ട്രഷറിയിലൊന്ന് പോണം. മാഷേ മാഷേ, നീ എന്നെ വിളിച്ചോ? ഒരു 100 റുപ്യ വേണം, കഞ്ഞി വാങ്ങാനാ. വല്ലാത്ത വിശപ്പ്. ചില്ലറില്ലല്ലോ ചന്ദ്ര. സാരില്ല, കുറേ ദിവസം കിടക്കണം എന്നാ ഡോക്ടർ പറഞ്ഞു.